ഹലോ, എങ്ങനെയുണ്ട് ഈ മാസ്ക്? ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ സച്ചുവിൻ്റെ മാരേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാരേജിൻ്റെ തലേദിവസത്തെ വീഡിയോയും കല്യാണത്തിൻ്റെ വീഡിയോയും കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ഞാൻ കല്യാണ വീട്ടിലെത്തിയിരിക്കുന്നു. തലേ ദിവസമാണ്. ഉച്ചയ്ക്ക് ഉണ്ണാൻ വിളിച്ചു. അതോടൊപ്പം വിളമ്പുമുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ ആയോ എന്നൊരു സംശയം. ആരെയും കാണാനില്ല. പയ്യന്മാർ ഇപ്പോൾ വരും. അവരെവിടെ പോയിരിക്കുന്നു? ഇന്ന് വൈകിട്ട് ഫംഗ്ഷൻ ഇല്ല. എന്നാലും വരുന്നവർക്ക് കഴിക്കാൻ അപ്പവും കോളിഫ്ലവർ കറിയുമാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വിളമ്പി കഴിഞ്ഞ് ഊണ് കഴിക്കുന്നു. ഇനി വൈകിട്ട് കാണാം. ഹലോ, ഞങ്ങളിപ്പോൾ കൈ കഴുകാനുള്ള വെള്ളം പിടിക്കുകയാണ്. ഇവിടെ അപ്പം അടിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നു. മേശയും കസേരയൊക്കെ നേരത്തെ പയ്യന്മാർ റെഡിയാക്കിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാനും 1-2 പയ്യന്മാരും മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ളവർ എത്തുന്നത് വരെ വിളമ്പാൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയെല്ലാം കഴിഞ്ഞു. അപ്പവും കറി നന്നായി. ഇനി നമുക്ക് നാളെ കാണാം. ബൈ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് SS പൂജ കൺവെൻഷൻ സെൻറ്റർ ആറ്റിങ്ങലിലാണ്. ഇവിടെയാണ് എൻ്റെ കൂട്ടുകാരൻ സച്ചുവിൻ്റെ കല്യാണം നടക്കുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. സ്വീകരണ സമയമായി. ഞങ്ങളിവിടെ കുറച്ച് തണലുള്ള സ്ഥലത്ത് കയറി നിന്നു. ഹായ്, വെള്ളം. ഈ ചൂടത്ത് ഏത് മനുഷ്യനും വെള്ളം കുടിച്ചു പോകും. അമ്പോ, എന്തൊരു ചൂട്. ഞങ്ങളിപ്പോൾ കൺവെൻഷൻ സെൻറ്ററിൻ്റെ പുറകിലാണ്. ഇന്നിവിടെ വൈകിട്ട് വേറെ ഫംഗ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കും നടക്കുന്നത്. ഇതെന്താ പവർ റിക്ക? പവർ കൊടുക്കുന്ന ജനറേറ്ററാണോ അതോ എയർ വെന്റിലേഷൻ്റെ എന്തെങ്കിലും ആണോ എന്ന് അറിയാമെന്നുള്ളവർ പറയണേ. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. കാറ്റടിച്ചപ്പോൾ എന്താ ആശ്വാസം. കല്യാണ സമയമായി ഗേസ്. അങ്ങനെ പെണ്ണ് റെഡിയായി നിൽക്കുകയാണ്. പെണ്ണിനെ താലപ്പൊലിയുമായി മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ എന്തോ. LED സ്ക്രീൻ ഉള്ളതുകൊണ്ട് രക്ഷ. ക്യാമറാമാൻമാർ മുന്നിൽ അണിനിരന്നു. ഇനിയെല്ലാം LED സ്ക്രീൻ. അങ്ങനെ പയ്യൻ്റെ കല്യാണം മംഗളകരമായി നടന്നിരിക്കുന്നു ഗേസ്. നോക്കൂ ഗേസ്, ആരാ വന്നിരിക്കുന്നതെന്ന്. ഗോവിന്ദൻ മാഷും AR റഹീം. ഇവർ ഏത് വഴിയാണ് വന്നേ? ഞാനൊന്ന് തിരിഞ്ഞിട്ട് നോക്കിയപ്പോൾ സ്റ്റേജിൽ അവർ. എനിക്ക് അടുത്തു നിന്ന് വീഡിയോ എടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ വിചാരിച്ചു അവരെ ഫ്രണ്ടിൽ കൂടി പോകുമെന്ന്. ഹലോ ഗേസ്, ഞങ്ങളിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ കയറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ മണ്ഡപത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ കാണിച്ചു തരാം. ഈ റൂമായിരിക്കും ചെറുക്കന് റെഡിയാവാനും റെസ്റ്റ് എടുക്കാനുമുള്ള സ്ഥലം. ഗ്രീൻ റൂം. ഇപ്പോൾ ഞങ്ങൾ സദ്യ ഉണ്ണാനുള്ള വെയിറ്റിങ്ങിലാണ്. അങ്ങനെ നമ്മളിരുന്നു. 11 ഐറ്റം കറികളുണ്ട്. പരിപ്പ്, നെയ്യ്. അടപ്പായസം കഴിഞ്ഞ് കടലപ്പായസം വന്നു. അടുത്തത് ബോളിയും പായസവും ഉണ്ട്. ഇവിടെ ഫ്രണ്ടിൽ 3 ആനയുണ്ട്. 2 ഡെക്കറേഷൻ ആനയും 1 അല്ലാത്തത്. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ബൈ, വെൽക്കം ബാക്ക്. എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നത് വെഞ്ഞാറമൂട് വഴിയാണ്. തിരിച്ചു പോകുന്നത് മംഗലാപുരം വഴിയാണ്.
ഈ വാൻഡേറ്റ മാസ്ക് കാറിൻ്റെ പുറകിൽ കിടന്നതുകൊണ്ട് ഞാൻ വെറുതെ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇത് വെച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇനി നമുക്ക് വൈകിട്ടത്തെ ഫംഗ്ഷന് കാണാം. വീണ്ടും എത്തിയിരിക്കുന്നു. നമ്മൾ കുറച്ച് ലേറ്റായി. ഇനി കുറച്ച് ജ്യൂസ് കുടിച്ചിട്ട് അകത്തേക്ക് പോവാം. ഈ റൊട്ടേറ്റിംഗ് സാധനം ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? പൈനാപ്പിൾ, തണ്ണിമത്തൻ, പിന്നെ മൊജിറ്റോ. നമ്മളിപ്പോൾ ബൊഫയിൽ ക്യൂയിൽ നിൽക്കുകയാണ്. ടേബിളിൽ വെച്ച് കഴിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ കയ്യിൽ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിഞ്ഞു. ഇനി കുറച്ച് ഐസ്ക്രീം കുടിച്ചിട്ട് ബാക്കി. ഇവിടെ പഞ്ഞിമുട്ടായി ഉണ്ട് ഗൈസ്. ഞാൻ പോപ്കോൺ വാങ്ങി. ലാസ്റ്റ് DJ ഉണ്ട്. ഇനി ഇവിടെ ഞങ്ങൾ വാങ്ങിച്ച കേക്ക് മുറിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഗിഫ്റ്റും കൊടുത്ത് ഒരു ഫോട്ടോയും എടുക്കും. DJ തുടങ്ങി. ഇനി കുറച്ച് പോയി പൊളിച്ചിട്ട് വരാം. അപ്പോൾ ഇനിയും കാണാം. ബൈ.